റംസാൻ മാസമല്ലേ വരുന്നത്. റംസാൻ മാസത്തിൽ നമുക്ക് നോക്കേണ്ട ഭക്ഷണത്തെ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, പഴമാണോ പഴച്ചാറാണോ നല്ലതെന്ന്, അതായത് ഫ്രൂട്ട്സ് ആണോ ഫ്രൂട്ട് ജ്യൂസ് ആണോ നല്ലതെന്ന്. പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്ത് ജ്യൂസ് ആയിരിക്കും നല്ലതെന്ന് അല്ലേ, പക്ഷേ അതങ്ങനെയല്ല. എപ്പോഴും നമ്മൾ പഴം അതുപോലെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ശരീരത്തിന് ഗുണകരം. അതിൻ്റെ കാരണങ്ങൾ ഞാൻ ഒന്നൊന്നായി പറഞ്ഞു തരാം. ഒരു പഴം അതുപോലെ കഴിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അത് ആമാശയത്തിൽ എത്തുന്നത് വഴി നമ്മുടെ ദഹന പ്രക്രിയ കുറച്ചൊന്ന് സ്ലോ ആക്കും. അതുമൂലം പെട്ടെന്ന് തന്നെ ഒരു പഴം കഴിക്കുന്നത് വഴി ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഗ്ലൈസിമിക് സ്പൈക്ക് പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഒരു പഴം കഴിക്കുമ്പോൾ അതുമൂലം ശരീരത്തിൽ അതല്ല രക്തത്തിൽ ഉണ്ടാകുന്ന പഞ്ചസാരയുടെ സ്പൈക്ക് ക്രമാതീതമായി കൂടുകയുള്ളൂ. നേരെ മറിച്ച് ഒരു പഴച്ചാറാണ്, അതായത് ഒരു ഫ്രൂട്ട് ജ്യൂസാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിലെ ഫൈബർ കണ്ടന്റ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് സാധാരണ നമ്മളൊരു പഴച്ചാറ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് വരെ പെട്ടെന്ന് തന്നെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി ഫൈബർ കണ്ടന്റും മറ്റും കൂടുതലുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ സ്ലോ ആവുന്നത് വഴി നമുക്ക് സെറ്റൈറ്റി കൂടുതലായി, അതായത് പെട്ടെന്ന് തന്നെ സെറ്റൈറ്റി ആവും. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഒരു പഴം കഴിക്കുന്ന മതി കുറഞ്ഞു വരും. പക്ഷേ നമ്മളൊരു ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നത് വഴി പെട്ടെന്ന് തന്നെ അത് ദഹിക്കുകയും വീണ്ടും ഭക്ഷണത്തിനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പഴം ആണ് നല്ലത് പഴച്ചാറിനെക്കാട്ടും. നിങ്ങളും ഈ റംസാൻ മാസത്തിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പഴം പ്രിഫർ ചെയ്യുകയും പഴച്ചാറുകൾ ഒഴിവാക്കുകയും ചെയ്യണം. ഇനി നിങ്ങൾ പറയൂ, പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ടാണോ നല്ലത് ഫ്രൂട്ട് ജ്യൂസാണോ നല്ലത്? അപ്പം എല്ലാവർക്കും നിംസിൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ.